നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപം നമ്മൾ എന്ത് രൂപത്തിലാണ് വിചാരിക്കുന്ന ആ രൂപത്തിൽ അവർ നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മളത് കയ്യിൽ വെച്ചിട്ട് ആ രൂപത്തിന് നമ്മൾ എന്തായാലും മെഡിറ്റേഷൻ മസ്റ്റാണ്. അത് അറിയുന്ന ആൾക്കാർക്കും ചെയ്യാം, അറിയാത്ത ആൾക്കാർക്കും ജസ്റ്റ് ഒന്നുമില്ല, കണ്ണുപൂട്ടി ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ആ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അവരെ ആ ഒരു പ്രകാശം നമ്മളിലേക്ക് വരുന്നത്. ഏഞ്ചൽ ഹീലിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇപ്പം ബിംബങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കുന്നവരാണ്. ഇപ്പോൾ പള്ളിയിലാണെങ്കിലും കർത്താവിൻ്റെ രൂപം, മാതാവിൻ്റെ രൂപം, പല രീതിയിലൊക്കെ ആരാധിക്കുന്നവരാണ്. അപ്പം ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗാർഡിയൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ചിറക് വെച്ച് ഇവിടെയുള്ള ഏഞ്ചൽസ് അവരെയൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ രൂപങ്ങൾ നമ്മൾ കാണുക അല്ലെങ്കിൽ ഫീൽ ചെയ്യുക, അല്ലെ? അവർ കടന്നു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക, അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുക, നിറങ്ങളുടെ രൂപത്തിൽ കാണുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് പവർ ചെയ്യാൻ, റീചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ചിത്രങ്ങളായിട്ട് കൈ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിംബങ്ങൾ, ക്രിസ്റ്റൽസ് ഇതൊക്കെ റീചാർജ് ചെയ്ത് അങ്ങനെ കൈ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷ സമയത്ത് പോകുന്നു, നന്നായിട്ട് പരീക്ഷ എഴുതാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുന്നു, നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഓഫീസ് ജോലിയാണെങ്കിൽ, യാത്രയാണെങ്കിൽ, ഏതൊരു കാര്യത്തിനും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ കരുതിയിരുന്നാൽ നമുക്കൊരു ധൈര്യമാണ്, മനസ്സിന് ധൈര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ ഏഞ്ചൽ ഹീലിങ്ങിൽ നമ്മളിപ്പം ഇപ്പോൾ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് റെസ്പെക്റ്റോടുകൂടിയാന്ന് പറയുന്നത് ചെറിയ രൂപങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രെയർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഈ പ്രെയർ കൊണ്ട് തന്നെ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇപ്പം ഏഞ്ചൽസിൻ്റെ പേരറിയാമെങ്കിൽ, ഇപ്പോൾ ഏഞ്ചൽസിൻ്റെ പേര് ഇപ്പം ആർക്കേഞ്ചൽ ഷാമുലാണ്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമെങ്കിൽ ആർക്കേഞ്ചൽ മിക്കായലാണ്. ഇപ്പം നിങ്ങളെ ഈ പണം എന്ന അബണ്ടൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കേഞ്ചൽ ഏരിയലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേഡീസിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ആർക്കേഞ്ചൽ ഹാനിയൽ ഉണ്ട്, ആർക്കേഞ്ചൽ ജോഫിയൽ ഉണ്ട്. പിന്നെ യൂറിയൽ എന്ന് പറയുന്ന മാലാക വെളിച്ചാണ്, പ്രകാശമാണ്, നമ്മളെ ജ്ഞാനം പ്രകാശമാണല്ലോ. അപ്പോൾ നമുക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ യൂറിയലിനെ വിളിക്കുക, ആർക്കേഞ്ചൽ ഏരിയൽ അബണ്ടൻസ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഏഞ്ചൽസിനെ നമ്മൾ ഇപ്പോൾ ഒരു നമുക്കൊരു ചിലപ്പോൾ ഒരു ഏഞ്ചലോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അതെങ്ങനെയാലും ഈ പേരുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഏഞ്ചലിൻ്റെ പേര് മാത്രം നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ആ ഏഞ്ചലിന് നമ്മളോട് താല്പര്യം ഇല്ലത് കൊണ്ടാണ് നമുക്കത് സ്ട്രൈക്ക് ആവുന്നത്, അല്ലാണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നല്ല, അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കയ്യിൽ വെച്ചിട്ട് അത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചിട്ട് നമ്മൾ ആ രൂപം എന്താണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപം നമ്മൾ എന്ത് രൂപത്തിലാണ് വിചാരിക്കുന്ന ആ രൂപത്തിൽ അവർ നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മളത് കയ്യിൽ വെച്ചിട്ട് ആ രൂപത്തിന് നമ്മൾ എന്തായാലും മെഡിറ്റേഷൻ മസ്റ്റാണ്. അത് അറിയുന്ന ആൾക്കാർക്കും ചെയ്യാം, അറിയാത്ത ആൾക്കാർക്കും ജസ്റ്റ് ഒന്നുമില്ല, കണ്ണുപൂട്ടി ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ആ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അവരെ ആ ഒരു പ്രകാശം നമ്മളിലേക്ക് വരുന്നതായിട്ടും നമ്മുടെ ഈ ഫോട്ടോയിലേക്ക് നിറയുന്നതായിട്ടും നമ്മൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്റ്റാച്യുവിലേക്ക് നിറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നൊരു എനർജി പുറത്തേക്ക് നമ്മുടെ കൈകളിലേക്ക് തട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഓൾറെഡി അതിൽ ദൈവിക എനർജി വന്നിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ അത് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അത് നമ്മളെ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ നമുക്കൊരു പെട്ടെന്നൊരു എനർജി ഷിഫ്റ്റ് നമ്മൾ ചുറ്റും മനസ്സിലാവും. അപ്പം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഫോട്ടോസ്, ഭയം, ആൻസൈറ്റി, പിന്നെ സ്ട്രെസ്, ഇതൊക്കെ ഒത്തിരി പേർക്കുണ്ട് ഇപ്പോഴും. അപ്പം അതിന് ഏറ്റവും പറ്റിയ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഏഞ്ചൽ ആരാണ്? ഇപ്പോൾ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ഉണ്ട്. ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ഇതിന് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മെറ്റാട്രോൺ, ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻസ്, എന്ത് ടൈപ്സ് ഓഫ് കണക്ഷൻസിനും ആർക്കേഞ്ചൽ മെറ്റാട്രോണാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം ഈ ഭയം കാര്യങ്ങളെല്ലാം വരുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടുന്ന ആളാണ് ആർക്കേഞ്ചൽ മിക്കായേൽ. ആർക്കേഞ്ചൽ മിക്കായേലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ ഏഞ്ചൽ ഗ്രൂപ്പിൽ ടോപ്പസ്റ്റ് പവറിൽ നിൽക്കുന്ന ഏഞ്ചലാണ് ആർക്കേഞ്ചൽ മിക്കായേൽ. ആർക്കേഞ്ചൽ മിക്കായേലിന് ദൈവം ഒരു പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഏത് ടൈപ്സ് ഓഫ് നെഗറ്റീവ് എനർജീനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കേഞ്ചൽ മിക്കായേലിനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഏഞ്ചലിൻ്റെ പേരും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ ആർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആർക്കേഞ്ചൽ മിക്കായേലിനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഏഞ്ചലുമായിട്ട് ഏതാണോ ആ ഏഞ്ചലിനെ കണക്ട് ചെയ്ത് തരും നമുക്ക്.
അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പേരറിയില്ല, അതുകൊണ്ട് ഏഞ്ചലിനെ വിളിച്ച് ഇത് വർക്ക് ചെയ്യുമോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആർക്കേഞ്ചൽ മിഖായേൽ എനിക്ക് ഇന്നേ പ്രോബ്ലം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തെന്നാലും എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചൽ മിഖായേൽ 100% ഹെൽപ്പ് ചെയ്യും. ഇത് ഇന്ന വിശ്വാസത്തിലുള്ളവർക്ക് ഇത് ആരാച്ചൂടാ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൂടാ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇതിന് മതത്തിന്റെ ബാരിയർ. ഇപ്പം മതം എന്ന് പറയുന്ന മനുഷ്യരുണ്ടാക്കുന്നതല്ലേ. ദൈവം അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, അവരെ മാത്രം അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, അവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ദൈവത്തിന് അങ്ങനെ ഇതൊന്നുമില്ലല്ലോ. യൂണിവേഴ്സ് എല്ലാവർക്കും ഒരേപോലെയാണ് അബണ്ടൻസ് കൊടുക്കുന്നത്, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ ബ്ലോക്കേജ് കൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതേ ഇല്ല. നമ്മൾ ആ ബ്ലോക്കേജ് മാറ്റി വെച്ചാൽ ഇതെല്ലാം നമ്മളിലേക്ക് ഒഴുകി വരും. എനിക്കും മേഡത്തിനും എല്ലാം ഒരേപോലെയാണ് അനുഗ്രഹം തന്നിട്ടില്ല ജനിക്കുമ്പോൾ. പക്ഷെ നമ്മുടേതായ കർമ്മ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ വേറെ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു. ഇപ്പോൾ കർമ്മ തന്നെ നമുക്ക് ഇതിലേക്കൂടി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ റിച്വൽസ് ഉണ്ട്. ഇപ്പം ഓരോ റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കർമ്മ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കർമ്മ എങ്ങനെ റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്കൊരു അസുഖം വരാനുണ്ട്. എക്സാമ്പിളാണ്, വരാനുണ്ട്. ഇപ്പം നമ്മൾ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പം 25 വയസ്സിലൊരാൾ പറയും 30ാമത്തെ വയസ്സിലൊരു അപകടം വരാനുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം ആ സമയം ആകുമ്പോൾ എന്ന് പറയും. ഇപ്പോൾ 5 കൊല്ലമുണ്ട്. അപ്പോൾ എന്താണ് ഇത് വരുന്നത്? കർമ്മ ഇഷ്യൂ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇന്ന് മുതൽ, നാളെ മുതൽ, അതായത് ഇന്ന് നമ്മൾ അറിഞ്ഞ് നാളെ മുതൽ നമ്മുടെ ഈ കർമ്മേനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കാൻ പറ്റും. എങ്ങനെ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാഡ് കർമാസ് അത് പരമാവധി ഒഴിവാക്കുക, എന്നിട്ട് ഗുഡ് കർമാസ് ചെയ്യാൻ തുടങ്ങുക. ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുക, ഭക്ഷണങ്ങൾ കൊടുക്കുക. അങ്ങനെ ആ ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിലേക്ക് ഈ ഗുഡ് കർമ്മ ആഡ് ആവും. അതെന്ത് ചെയ്യും? ഇവിടുന്ന് മൈനസ് ആവും. നെഗറ്റീവ് കർമ്മ അവിടുന്ന് മൈനസ് ആവും. അപ്പം നമുക്ക് വലിയ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരേണ്ടതിന് പകരം നമുക്ക് എന്ത് വരും? സാധാരണ ഇപ്പോൾ ഒരു ചെറിയ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളായിട്ട് നമ്മൾ ഇതാവും. അതല്ല അപകടം വരേണ്ടതാണെങ്കിൽ നമ്മളിപ്പോൾ കോമയിലേക്ക് പോകേണ്ട ആളായിരിക്കും. ഇതുമാതിരി നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ സ്റ്റേജിൽ നിന്ന് മാറി ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട സ്ഥിതിയായിട്ട് നമ്മൾ കൂളായിട്ട് ഇറങ്ങിയിട്ടിങ്ങ് പോരാ. അപ്പോൾ അങ്ങനെ നമ്മൾ കർമ്മേനെ എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊന്നും അങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പലർക്കും അനുഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ്, ഞാൻ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരെപ്പം ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എവിടെ പോയിട്ട് എന്ത് ചെയ്താലും പരിഹാരങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ കാർമിക് ഇഷ്യൂസാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ കാർമിക് ഇഷ്യൂസിന് വേറെ ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ. നമ്മളെന്ത് ചെയ്യുക? ഈ ഇപ്പം ഒരു കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യുക, ഡ്രസ്സ് കൊടുക്കുക, പിന്നെ അവരെ കല്യാണത്തിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ ഈ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് മാറാൻ തുടങ്ങി. അപ്പോൾ ഒരു പെൺകുട്ടി ഡൈവേഴ്സ് ആയതായിരുന്നു. അപ്പോൾ ഡൈവേഴ്സ് ആയപ്പോൾ അവരെ ഗോൾഡെല്ലാം തിരിച്ച് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞ് ഈ താലിയുണ്ട്, അപ്പോൾ താലി അവർക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല, അത് ഒഴിവാക്കണം എന്നില്ല ഇത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു താലി ഒരു കാര്യം ചെയ്യും, വെക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സൂക്ഷിച്ച് വെച്ച്. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ ഇത് അടുത്ത മാരേജിൽ ശരിയാവുന്നേ ഇല്ല, എപ്പോഴും ഇങ്ങനെ മുടക്കങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, കല്യാണം കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ആ താലി നിങ്ങൾ സെയിൽ ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ഒരു 2-3 ആൾക്കാരെ കല്യാണത്തിന്, പാവപ്പെട്ട ആൾക്കാരെ കല്യാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നവർ. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്ത് ഒരു 2-3 മാസം കൊണ്ട് ഈ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി, അതിൽ ഒരു ഹസ്ബൻഡ് കല്യാണം ശരിയായി, അവരിപ്പോൾ വിദേശത്താണ്. നല്ല രീതി. അപ്പോൾ കർമ്മം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണോ നമ്മൾ ശരിക്കും റൂട്ട് കോസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ജാതകത്തിൽ നമ്മൾ നോക്കി ചിലപ്പം ചില ആൾക്കാർ ജാതകം ഉണ്ടാവില്ല. ഇപ്പോൾ ഹിന്ദു ഇതിൽ മാത്രമാണല്ലോ ജാതകം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ഇതിലൊന്നും അവർക്ക് ജനിച്ച ടൈമോ ജാതകമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ സമയത്ത് നമ്മൾ ആകാശിക റെക്കോർഡുണ്ട്. ആകാശ റെക്കോർഡിൽ പാസ്റ്റ് ഫ്യൂച്ചർ പ്രസൻറ്റ് ഓൾറെഡി റെക്കോർഡഡ് ആണ് അവിടെ. അത് ലൈബ്രറിയാണ്. അപ്പം നമ്മൾ ആ ലൈബ്രറിയിലേക്ക് നമ്മൾ കയറി ചെന്ന് ഏഞ്ചൽസിൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ കയറി ചെന്നിട്ട് ഇന്നയാളെ അവരെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെക്കോർഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്, അത് പാസ്റ്റിൽ എന്ത് തെറ്റാണോ നിങ്ങൾ ചെയ്തത് അതതിലുണ്ടാവും. ഇന്നേ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്നിത് അനുഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ മാറ്റാനുള്ള സൊല്യൂഷൻസും അവിടെ തന്നെ പറയും.
അത് മാറ്റാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആകാശിക് റെക്കോർഡർ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഇതിൽ മാറ്റം വരാറില്ലേ? പലപ്പോഴും ജീവിതം എന്ന് പറയുന്നത് അതിനകത്തൊരു റെക്കോർഡ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വിഷസ് അനുസരിച്ച്, ആഗ്രഹങ്ങൾ അനുസരിച്ച്, നിമിത്തങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് വെച്ചിട്ട് ഒക്കെ ഇത് മാറ്റങ്ങൾ സംഭവിക്കാറില്ലേ? മാറ്റങ്ങൾ സംഭവിക്കാറ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരു ജാതകം, അതാണല്ലോ എല്ലാവർക്കും ആകാശ റെക്കോർഡ്, അങ്ങനെ എല്ലാവർക്കും അറിയില്ല. ജാതകത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ജാതകത്തിൽ നമ്മളിപ്പം ഒരാൾ ജനിച്ച സമയം വെച്ചിട്ടാണ് ജാതകം നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൾ ജനിച്ച മുതൽ മരണം വരെ നമുക്കതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും ജാതകത്തിലെ ഓരോ ഇത് വെച്ചിട്ട്. അപ്പം അത് ഓൾറെഡി ഇതാണല്ലോ. അപ്പോൾ ചില ആൾ പറയും എനിക്ക് 30ാമത്തെ വയസ്സിൽ അപകടം വരാമെന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എനിക്ക് 30 കഴിഞ്ഞ് 40ആയി, ഇതുവരെ എനിക്കൊരു അപകടവും വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ സംഭവിക്കാണ്ട് അതെന്തായിരിക്കും? ആ സമയത്ത് ഓൾറെഡി അത് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കാലം എവിടെയെങ്കിലും തട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മുറിവോ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് അത് മനസ്സിലാവാൻ പറ്റത്തില്ല. അതെന്തായിരിക്കും അങ്ങനെ ആ കാരണം? നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നല്ല കർമ്മ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളറിയാതെ നിങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എഡിറ്റ് ആവും ഇവിടെ. അപ്പോൾ എഡിറ്റ് ആകുന്ന സമയത്ത് ബാഡ് കർമ്മ മൈനസ് ആവും ഇവിടെ, അത് നിങ്ങളെ അപകടം ഒഴിവായി പോകും. അപ്പം ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ജാതകപ്രകാരം നടക്കുന്നത് ചിലപ്പോൾ നല്ല രീതിയിലും പോവാം, മോശമായ രീതിയിലും പോവാം. നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനീ പറഞ്ഞു വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യല്ല, അതിൽ നമുക്ക് ചെറിയൊരു തിരുത്ത് വരുത്തിയിട്ട് നമ്മുടെ ആ സമയത്തിൽ ആഘാതം കുറക്കാൻ പറ്റും. അപ്പം നമ്മൾ അപ്പം ഇന്ന് നമ്മൾ ചെയ്യണം, എന്നാലും ഫ്യൂച്ചറിൽ നമുക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റും. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? പൈസയുടെ പിന്നാലെ പോയിട്ട് ഈ ചെറുപ്പകാലം മുതൽ ഒരു 10-50 വയസ്സ് വരെ അതിൻ്റെ പിന്നാലെ പോവും, ഒരുപാട് ബാഡ് കർമാസ് ഉണ്ടാക്കും. എന്നിട്ട് വയസ്സാം കാലത്ത് കിടക്കയിൽ കിടന്ന് നരകിച്ചിട്ടാണ് എല്ലാവരും ഓരോ അസുഖങ്ങളായിട്ട് മരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് വേണോ? നമ്മൾ ഇന്ന് നല്ലത് ചെയ്യുക. അപ്പം നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ഈ കർമാസിൻ്റെ ഒരു സൈക്കിൾസ് വരുന്നത്. അപ്പോൾ ഞാനല്ല ഇടയ്ക്ക് വേറെ കാര്യത്തിലേക്ക് വീണ്ടും ഏഞ്ചൽ ഇതിൻ്റെ കാര്യത്തിലേക്ക് പോയി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ശരിയായിട്ടുള്ള പാർട്ണറെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഏഞ്ചൽസ് ഒത്തിരി സഹായിക്കാറില്ലേ? അങ്ങനെ നമ്മുടെ സോൾമേറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞു. വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോഴൊരു കുട്ടിക്ക് നല്ല പ്രപ്പോസൽ വന്നു, ഒന്നും നല്ല രീതിയിൽ പോകുന്നു. അപ്പം പലരും അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ട്രെൻഡ്, കുട്ടികളുടെയൊക്കെ ട്രെൻഡാണെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽസിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കറക്റ്റ് ഒരു പാർട്ണറെ ലഭിക്കാനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ സോൾമേറ്റിനെ കണ്ടെത്താനൊക്കെ സഹായിക്കുമോ? ഇപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു നമ്മളെ സോൾമേറ്റ് അങ്ങനെ. ഇപ്പോൾ അത് തന്നെ സംഭവം. പക്ഷെ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ആത്മാവിൽ നിന്ന് രണ്ടായിട്ട് ജന്മം എടുക്കുക. അപ്പോൾ ഒരാൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ജന്മം എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ, മറ്റൊരാൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ആയിരിക്കും ജന്മം എടുക്കുന്നുണ്ടാകുക. പക്ഷേ ഇത് നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിലൊരു കാലത്ത് ഇവർ ഒരുമിക്കും. ആ ഒരുമിക്കുന്നതാണ് ട്വിൻ ഫ്ലെയിം. ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്നില്ല, അത് നിർബന്ധമൊന്നുമില്ല. ട്വിൻ ഫ്ലെയിം ആണെന്ന് നിർബന്ധമൊന്നുമില്ല. തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കാണുമ്പോൾ സ്പാർക്ക് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടാൽ നമുക്കൊരു സ്പാർക്കിങ് എന്തായാലും ആ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഏഞ്ചൽസിൽ തന്നെ ട്വിൻ ഫ്ലെയിം ഉണ്ട്. ആർക്കേഞ്ചൽ മെറ്റാട്രോണും ആർക്കേഞ്ചൽ സാൻഡൽഫോണും, ഇവർ രണ്ടാളും ട്വിൻ ഫ്ലെയിമാണ്. ഒരേ ഇതിൽ നിന്ന് വന്ന രണ്ട് ഏഞ്ചൽസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഏഞ്ചൽസിൻ്റെ പേരെല്ലാം പറയുമ്പോൾ ആർക്കേഞ്ചൽ മിക്കായേൽ EL ആണ് ലാസ്റ്റ് വരിക. ഏരിയൽ, യൂറിയൽ, ജോഫിയൽ, അപ്പോൾ EL ആണ് വരിക. പക്ഷേ ഈ രണ്ടാളെ മാത്രം ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോണ് സാൻഡൽഫോണ് ഓൺ എന്നാണ് വരിക. അപ്പോൾ എന്താ സംഭവം? അവർ ഭൂമിയിലുണ്ടായതാണ്, അതിനുശേഷം അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ട് അവർ ഏഞ്ചൽസ് ആയതാണ്. ഈ രണ്ടാൾ മാത്രം. ബാക്കി എല്ലാ ഏഞ്ചൽസും ഓൾറെഡി ദൈവികം, അവർ അവതാരമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ഭൂമിയിൽ ജീവിച്ച ആൾക്കാരാണ് ഈ മെറ്റാട്രോണും സാൻഡൽഫോണും. ഇവർക്ക് മനുഷ്യൻ്റെ രൂപം ഉണ്ടാവുമോ? ഇവർക്ക് മനുഷ്യൻ്റെ രൂപമല്ല. ഇവർ രണ്ടുപേരും നല്ല ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. വളരെ സാധാരണ ഇല്ല ഏഞ്ചൽസിൻ്റെ രൂപം കാണുന്നതിനേക്കാളും ഭയങ്കര ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇവരെ കാണുക. ഒരു നല്ല ഹൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ അടി നമുക്ക് കാണുമ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ കാണുന്നല്ലേ, അപ്പം നമ്മൾ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ശരിക്കും കാണാൻ പറ്റും അവരെ രൂപം. ശരിക്കും നമ്മൾ ഈ സിനിമയിലും ഫോട്ടോയിലും കാണുന്ന ആ രൂപം ആയിരിക്കത്തില്ല.
ഒരു വെളുത്ത ഒരു രൂപമായിരിക്കും, നീളത്തിലില്ല. ചില സമയത്ത് നല്ല ചിറക് കാണും, ഒരു ചിറകിൻ്റെ ഒരു വീശി ഇങ്ങനെ അടിക്കുന്ന ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ റൂമിൽ സാധാരണ ഒരു ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാവല്ലോ. ഇതുമായിട്ട് നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ മാറ്റം വരും. ഇപ്പോൾ ചൂടായില്ലെങ്കിൽ ജസ്റ്റ് മെല്ലനെ തണുക്കാൻ തുടങ്ങും, ആ തണുപ്പായില്ലെങ്കിൽ ജസ്റ്റ് ചൂട് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. അതൊരു പ്രത്യേക ഫീലിങ്സ്. അതെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഏഞ്ചൽസ് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഈ റൂമിലെ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏഞ്ചൽസ് നമ്മുടെ അടുത്തുണ്ട് എന്നില്ല. പെർഫ്യൂമിൻ്റെ മണവും വരാം. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ അടിക്കുന്ന ഡെനിമിൻ്റെ പെർഫ്യൂം അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഒരു പൂക്കൾ, ഒരു നാച്ചുറൽ ഒരു ഭസ്മത്തിൻ്റെ മണം അങ്ങനെയെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ വന്നിട്ട് നമ്മളെ പ്രസൻസ് കാണിച്ചു തരും. പക്ഷെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അത് സ്വാഭാവികം. ഓരോ സമയമാകുമ്പോൾ ഓരോർക്ക് ഓരോന്ന് അറിയാൻ പറ്റുക. അതുകൊണ്ട് എനിക്കിത് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്ന് കുറേ ആൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെയാണ്. എല്ലാവർക്കും ഏഞ്ചൽ ഹീലിംഗ് പഠിക്കുകയും ചെയ്യുക, ഏഞ്ചലുമായിട്ട് ബന്ധം വെക്കുകയും ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആളെ ഹീൽ ചെയ്യിക്കുന്നത് നല്ലത് നമ്മൾ ഒരു ഹീലറാകുക, സ്വയം ഹീലറാകുക. ഇപ്പം റേക്കി ആയിക്കോട്ടെ, ഏഞ്ചൽ ഹീലിംഗ് ആയിക്കോട്ടെ, നമ്മൾ സ്വയമായിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന അത്രയും വേറെ ആർക്കും ഹീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പറയും ഞാൻ സ്വയം ഹീൽ ചെയ്താൽ ശരിയാവില്ല. കാരണം റേക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലാണ് റേക്കി ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ തന്നെ സദാസമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും റേക്കി കിട്ടിക്കൊണ്ടിരിക്കുക. അതേസ്ഥാനത്ത് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ 1 മണിക്കൂർ ചെയ്ത് ഇത്ര പൈസ എന്ന് പറഞ്ഞ് സംഭവം തീർന്നു. പിന്നെ അടുത്ത ഇതിന് വേണം ചെയ്യാൻ. പക്ഷേ ഇത് എല്ലാവർക്കും ഈ പൈസ ഉണ്ടാവണം എന്നില്ല, എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതി ആയിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചികിത്സിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ച് ട്രെയിനിങ് ചെയ്യുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. ഈ ഓട്ടോമാറ്റിക്കലി ചക്രാസിൽ നമ്മളിത് ചെയ്യുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ എന്താവും, നമുക്ക് ഓൾറെഡി അസുഖങ്ങളില്ലാത്തൊരു ജീവിതം നമുക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഒപ്പമാണ് എനിക്ക് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ഒത്തിരിയും പേരുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ 1-2 നമ്പർ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ചോദിക്കാണ്ട് ഇതിൻ്റെ മീനിങ് എന്താ, ഇതൊക്കെ എപ്പോഴെപ്പോഴും കാണുന്നൊരു കുഴപ്പമുണ്ടോ, നല്ലതാണോ, അതെന്താണ് കാണിക്കുന്നത്, നമ്മൾ എന്തിലേക്കാണ് നയിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഏഞ്ചൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവർ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക. ചിലപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെവിടിൽ ക്ലിയർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദമായിട്ട് കേൾക്കും. ഇപ്പം നമ്മളൊരു ഏഞ്ചൽസിനോടൊരു ചോദ്യം ചോദിച്ച്, ഏഞ്ചൽ എനിക്ക് ഈ 2 തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ വിചാരിക്കും എന്ത് ചെയ്യണം, യെസ് ആണോ നോ ആണോ. അപ്പം നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ചിട്ട് ചോദിക്കുക എന്താണോ ഇതിൻ്റെ ഉത്തരം, യെസ് ആണോ നോ ആണോ എന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ചേരം ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകുന്നതോ, മതി വേണ്ട എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിലിങ്ങനെ കേൾക്കും. അപ്പോൾ ആ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഊഹിച്ചോളാം നമ്മുടെ ഉത്തരം അതാണ്. ഏഞ്ചൽസ് അങ്ങനെ അറിയിക്കും. അതല്ല എങ്കിൽ ചില ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിട്ടിൽ തന്നെ അവർ പറഞ്ഞു തരും വേണ്ട, അപ്പോൾ അത് നോ എന്നുള്ളൊരു ഉത്തരമാണ്. അപ്പോൾ ചില ആൾക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം അവർക്ക് ഇൻഡ്യൂട്ടീവ് പവർ കുറവായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഏഞ്ചൽസ് അവർക്ക് നമ്പേഴ്സ് കാണിച്ചു കൊടുക്കും. 1111 1111 അങ്ങനെ ഒരു ഇതായിട്ടില്ല, 2222 333. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിൽ കൂടി ഇത് ഡിവൈൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ 111 എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ഒരു ഇത് തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ സിസ്റ്റം. ഇപ്പോൾ എൻ്റെ ഇതിൽ ക്ലാസ്സിൽ വരുന്ന കുറച്ച് ആൾക്കാർ വന്നിന് ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പ് 111 ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതാണ്. അതിനുശേഷം അവർ പറയുന്നത് അതായിരിക്കുമല്ലേ അപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ 111 എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ ഡിവൈൻ ജേണി, അല്ലെങ്കിൽ അവർ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്നില്ല, ഡിവൈന് നമ്മളെ ആവശ്യമുണ്ട്. അങ്ങനെ ഇല്ല. ഇപ്പോൾ 3333 എന്ന് പറഞ്ഞാൽ അസെൻഡന്റ് മാസ്റ്റേഴ്സ് നിങ്ങൾ അറൗണ്ട് ഉണ്ട് എന്നില്ല. 111 ഇത് തന്നെയാണ്, 1ൻ്റെ സിസ്റ്റം ഇത് തന്നെയാണ്. 3333 കണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതായിക്കൊള്ളുക, നിങ്ങളുടെ ചുറ്റും അസെൻഡന്റ് മാസ്റ്റേഴ്സ് നിങ്ങളോട് ബന്ധപ്പെടാൻ വേണ്ടി കാത്തു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അസെൻഡന്റ് മാസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ആരാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്, അവരെ പേര്, ഇപ്പം ലോർഡ് മേരി ആയിരിക്കാം, ലോർഡ് സെയിൻറ്റ് ജർമ്മൻ ആയിരിക്കാം, ലോർഡ് ബുദ്ധ ആയിരിക്കാം, അല്ലെങ്കിൽ ഷിർദി സാഹിബാബ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു അസെൻഡന്റ് മാസ്റ്റേഴ്സ് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കാത്തു വെക്കുന്നത്. അങ്ങനെ
ഒരുപാട് കാര്യങ്ങളുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ്. അതിങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പം ചില നമ്പേഴ്സ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഇപ്പം കയ്യിൽ എഴുതിയിടുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചില നമ്പേഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിടാം. ഇപ്പം ശരീരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ എഴുതിയിടാം, പുസ്തകങ്ങളിലെ പേപ്പറിൽ എഴുതി വെക്കാം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ്. അത് എന്താന്ന് പറഞ്ഞാൽ അത് ഏഞ്ചൽസ് അല്ല, അത് ഹീലിംഗ് കോഡ്സ് ആണ്. അത് അഫർമേഷൻസ്, ഹീലിംഗ് കോഡ്സ്. ഹീലിംഗ് കോഡ് സ്വിച്ച് വേർഡ്സ് എന്ന് കേട്ടിട്ടുണ്ടാ? ഈ സ്വിച്ച് വേർഡ്സ് പോലെ തന്നെ ഹീലിംഗ് കോഡ്സ് ഉണ്ട്. ഈ സ്വിച്ച് വേർഡ് നമുക്ക് എഴുതിവിടാം, അല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഹീലിംഗ് കോഡ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഓരോ ബോഡി പാർട്സിനും അത് ശരിക്കും വർക്ക് ചെയ്യാനുള്ള ഹീലിംഗ് കോഡ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പം കൈക്കാണ് വേദനയെങ്കിൽ കൈയിൻ്റെ മുകളിൽ ഇത് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിൽ അതൊരു കോഴ്സായിട്ട് തന്നെ പഠിക്കാനുണ്ട് ഹീലിംഗ് കോഡ്സ്. അപ്പം നമ്മളത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും? വെറുതെ ഒരു കോഡിങ്ങനെ എഴുതി വെച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യണമെന്നില്ല. അത് അതിൻ്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോ കളറ്, ഇന്നേ കളർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. അത് ഓരോരുത്തർക്കും ഓരോ നമ്പറാണ് വരിക അല്ലേ? ഓരോ വ്യക്തിക്ക് അനുസരിച്ച് ഇല്ല, ഹീലിംഗ് കോഡ്സ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കോഡ്സ് ആണ്. അത് എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും അതിൻ്റെ. പക്ഷെ അതിൻ്റെ മെയിൻ ബേസ് വിശ്വാസം വേണം. എല്ലാത്തിൻ്റെയും അതൊരു ഇതാണല്ലോ, വിശ്വാസം നമുക്ക് മസ്റ്റായിട്ട് വേണം. അതില്ലെങ്കിൽ ഈ ഹീലിംഗ് കോഡ്സും സ്വിച്ച് വേർഡ്സും ഇതൊന്നും വർക്കാകത്തില്ല. മെയിനായിട്ട് വേണ്ട വിശ്വാസമാണ്. അപ്പോഴാണ് നമ്മുടെ ബോഡി അതിനോട് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ തന്നെ റേക്കിയിൽ തന്നെ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഹീലിങ്ങോ അല്ലെങ്കിൽ അറ്റ്യൂൺമെൻറ്റോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്താണെങ്കിൽ അയാൾക്കത് കിട്ടത്തില്ല. അവർ റിസീവിങ് മോഡിൽ ഇരുന്നാൽ മാത്രമേ ഇത് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ നമുക്കത് മനസ്സിലാവും ഓൾറെഡി. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ ഓൾറെഡി റിസീവിങ് മോഡിലല്ല, റിജക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ എനർജി തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ റിസീവ് മോഡിലിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അപ്പോൾ അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ ഏഞ്ചൽ നമ്പേഴ്സ് കൂടാതെ ഇപ്പോൾ ഏതെങ്കിലും നമ്പർ എഴുതി വെച്ചു എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ടീഷർട്ടിലോ അല്ലെങ്കിൽ ബുക്കിലോ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സ് എഴുതി ദോഷമായിട്ട് കാണുന്ന രീതിയിൽ ടാറ്റു ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ദോഷമായിട്ട് ഭവിക്കുന്ന നമ്പേഴ്സും ഉണ്ടോ? ദോഷമായിട്ട് എല്ലാം. ഇപ്പം നമ്മളൊരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. നമ്മുടെ അസുഖം ചിലപ്പോൾ മാറി ആ കോഡ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ അസുഖത്തിന് വീണ്ടും ടെൻഡൻസി ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്താണോ ആവശ്യം അത് കഴിഞ്ഞ് അത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ വെൽബീയിങ് അല്ലെങ്കിൽ നമ്മുടെ മണി ഇഷ്യൂസ് ആണെങ്കിൽ ഓക്കെ, അത് ഫുൾ ടൈം നമുക്കത് ഇത് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ഏഞ്ചലിൽ തന്നെ വേറൊരു സിമ്പിൾസിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, സിബു സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട്. അതും പഠിപ്പിക്കുന്നുണ്ടോ? അതുണ്ട്, പഠിപ്പിക്കും. അതും സിബു സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് കൈകളിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഏഞ്ചൽ ഹീലിംഗ് കണ്ടുപിടിച്ച മാഡം തന്നെയാണ്, അതായത് ഡൊറീൻ വെർച്വോ എന്ന് പറയുന്ന അമേരിക്ക ലേഡിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും ഓൾറെഡി മുമ്പേ ഉണ്ടെങ്കിലും ഇതിനെ ഇത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996 അങ്ങാനാണ്. ഇത് ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വേൾഡ് ഫുള്ള് ഇതാകാൻ തുടങ്ങിയത് ഡൊറീൻ വെർച്വോ എന്ന് പറയുന്ന മാഡമാണ്, അമേരിക്കൻ ലേഡിയാണ്. അവരാണ് ഇത് തുടങ്ങിയത്. അവർ തന്നെയാണ് ഈ സിബു സിമ്പിൾസും ഇത് ചെയ്തത്. പിന്നെ അതേപോലെ ഏഞ്ചൽ കാർഡ് ഡെക്ക് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്, പ്രെഡിക്ഷൻ സിസ്റ്റമാണ്. അപ്പം ഇത് ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലൊരു 2-3 കാർഡ് വലിച്ചിട്ട് അത് ഓരോന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ നാടും പുറം കാണുന്നില്ല തത്ത കാർഡ് എടുക്കുന്ന അതേപോലത്തെ ഒരു സിസ്റ്റമാണിത്. ഏഞ്ചൽസിൻ്റെ പവറും ഉണ്ട്. നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ചിട്ട് അവർ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് എന്താണെന്നില്ല. അപ്പോൾ അതിങ്ങനെയോ ഒരു പ്രഡിക്ഷൻ സിസ്റ്റം അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്. പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ഡെഡിക്കേഷൻ വേണം. ഈ എല്ലാവരും ഇത് പഠിക്കാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ 21 ദിവസം അല്ലെങ്കിൽ 51 ദിവസം അല്ലെങ്കിൽ 108 ദിവസം ഇത് ട്രെയിനിങ് ചെയ്യാനായിരിക്കും താല്പര്യമില്ല. എല്ലാവർക്കും ക്യാപ്സ്യൂളായിട്ട് കിട്ടിയാൽ റെഡിയാണ്. അങ്ങനെയില്ല, ഇത് പറ്റത്തില്ല. നമ്മൾ സ്വയമായിട്ട് ഇതിനെ ആവാഹിച്ച് ഉള്ളിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലേ, ഇത് വിശ്വാസം തന്നെയാണ്. വിശ്വാസം തന്നെയാണ്. പിന്നെ നമ്മളെ ഹാർഡ് വർക്ക്. ഇതിപ്പോൾ ഞാൻ ഏഞ്ചൽ ആദ്യം പഠിച്ച സമയത്ത്, പക്ഷേ എനിക്ക് മുമ്പേ ഏഞ്ചൽ പഠിക്കുന്ന മുന്നേ തന്നെ എനിക്ക് ഏഞ്ചൽസിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞ സമയത്ത് പിന്നെ ഇത് എപ്പോഴും മൈൻഡിൽ ഞാൻ ഇത് തന്നെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങൾക്കും ഏഞ്ചൽസിനെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഇവരുമായിട്ടൊരു ഇത് വന്നത്. പിന്നെ അത് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് അങ്ങനെ മനസ്സിലായി ഒരുപാട്. ഇതിൽ ചില നെഗറ്റീവ് വശങ്ങളുണ്ട്. ഏഞ്ചൽസും ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നതിൽ, ഏഞ്ചൽസ് ഹീലിങ്ങിൽ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ ചെയ്യുന്നതിൽ നെഗറ്റീവ്, അത് എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചെയ്യുന്നത് തെറ്റാണ്.
അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരു 2 പേര് കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അടുത്തടുത്ത കടയാണെന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ ഏഞ്ചൽസിനോട് വിളിച്ച് എനിക്ക് കച്ചവടം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക, അത് ഓക്കെ. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ വിളിച്ച് പറയാൻ പാടില്ല അടുത്തവൻ്റെ കച്ചവടം കൂടി എനിക്ക് കിട്ടണമെന്നില്ല. ആ രീതിയിൽ ഇൻറ്റൻഷൻസ് കൊടുത്ത് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് ഇത് നെഗറ്റീവായിട്ട് നമുക്ക് ഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് എല്ലാവർക്കും, ഞാൻ മുമ്പേ ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യവും ഓൺലൈനായിട്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചു നോക്കും ഇത് ഓൺലൈനിൽ വർക്ക് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇത് വർക്കും ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചതുപോലെ ഓൺലൈനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് പഠിച്ച് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏതൊരു സാധാരണക്കാർക്കും ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കും ഒരു ഹീലറായി സ്വന്തം വീട്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഓരോ ഹീലർ ഉണ്ടാവണം എന്നില്ലയാണ്. കാരണം നിങ്ങൾ വേറെ ആളടുത്ത് ഓടിപ്പോയിട്ട് എന്നെ ഒന്ന് ഹീൽ ചെയ്യ് എന്ന് പറയുന്നത് നല്ലത്. സ്വന്തമായി നമ്മളൊരു ഹീലറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്ടുകാരെ ഹീൽ ചെയ്യുക, നമ്മുടെ അയൽവാസികളെ ഹീൽ ചെയ്യുക. അപ്പം നമ്മുടെ ഒരു വീടും കാര്യങ്ങളെല്ലാം ഹീലിംഗ് സിസ്റ്റത്തിൽ വരും. അങ്ങനെ ഓരോ ആൾക്കാരെ നമുക്ക് ഹീൽ ചെയ്യാം. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ചില ആൾക്കാർ ഹീലേഴ്സാണ്, പക്ഷെ ഞാൻ ചില സമയം ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ, അപ്പോൾ അവർക്ക് അറിയത്തന്നെ ഇല്ല എങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹീലിംഗ് പഠിക്കുന്നവരോ അല്ലെ ചെയ്യുന്നവരോ ആണെങ്കിൽ എപ്പോഴും പഠിപ്പിക്കുന്ന ആൾക്കാരോട്, അഥവാ അവർ വിട്ടുപോയാൽ ചിലപ്പം പഠിപ്പിക്കാത്തായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലാവാം, ക്ലോസ് ചെയ്യാനും. അത് എങ്ങനെയാണ് അവരെ വിളിച്ചു വരുത്തുന്നത്, അവരെ അതേപോലെ തിരിച്ചയക്കാനും കൂടി പഠിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു ഇത് പറഞ്ഞു തരാം. നിങ്ങൾ ഏഞ്ചൽസിന് എന്തിനാണോ ഇൻവോക്ക് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളെ പ്രെയർ കഴിഞ്ഞാൽ അവരോട് പറയണം താങ്ക് യു, എൻ്റെ പ്രെയർ നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്തതിന് ശേഷം അവരോട് പറയണം താങ്ക് യു. ഇനി നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, അവർക്ക് ആകെ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഇത് ഫുഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യം പോകാം. ഇപ്പം നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവുക, അവർ നന്ദിയില്ലാത്ത ആൾ എന്ന് പറയും. അപ്പോൾ അവർക്കത് ഭയങ്കരമായ പ്രശ്നമാണ്. നന്ദി മസ്റ്റായിട്ട് വേണം. ഇപ്പോൾ യൂണിവേഴ്സിനോടായാലും നമ്മളിപ്പോൾ എല്ലാ ദിവസവും മോർണിംഗിൽ എഴുന്നേറ്റിട്ട് അച്ഛനോടും അമ്മയോടും നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, പിന്നെ നമുക്ക് ഉപദ്രവിച്ച ആൾക്കാരോടും കൂടി നന്ദി പറയുക. അപ്പോൾ എന്താവുമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആ ഉപദ്രവിക്കുന്ന എനർജി ഞങ്ങളിലേക്ക് വരില്ല. എല്ലാവരോടും നന്ദി പറഞ്ഞാൽ അപ്പോൾ ഈ ഉപദ്രവിക്കുന്ന എനർജിക്ക് മനസ്സിലാവും ഇയാളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഇയാൾ നന്ദി പറയുക ചെയ്യുന്നത്. അപ്പോൾ അത് കുറയും. അങ്ങനെ യൂസ് ചെയ്തിട്ട് അനുഭവം ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരാളോട് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അയാളോട് സോറി പറയുക. മനസ്സിലായ നേരിട്ട് പോയി സോറി പറയുന്നത് ഹോപ്പനോ പോനോ പോലെ. അപ്പോൾ ഞാൻ ഹോപ്പനോ പോനോ എന്ന് പറഞ്ഞാൽ ചില എല്ലാവർക്കും അത് അറിയില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ സാധാരണയായിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം പഠിച്ച ആൾക്കാരെ മാത്രം നമ്മൾ നോക്കിയിട്ടല്ല ഇതിൽ എന്നും ഈ ഫീൽഡിലേക്ക് വരേണ്ടതും. ഒരു ആൾക്കാരായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്, നമ്മൾ അവരെയും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഓൾറെഡി ഇല്ല സ്പിരിച്വാലിറ്റി ഹൈ ലെവലിലുള്ള ആൾക്കാരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി വന്നോളൂ. ഈ പുതിയതായിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കാണ് നമ്മൾ ഹെൽപ്പ് കൊടുക്കേണ്ടത്, അവരാണ് ഇതിലേക്ക് കയറി വരേണ്ടത്. അപ്പോൾ എന്താവും, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ല, എൻ്റെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കമൻസിൻ്റെ താഴെ വരാറുണ്ട്, ഇത് നിങ്ങൾക്കൊക്കെ നിയോഗം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്, ക്രിസ്റ്റൽസ് കിട്ടിയത്, അല്ലെങ്കിൽ രുദ്രാക്ഷം കിട്ടിയത്, നിങ്ങൾ ഇങ്ങനത്തൊക്കെ ചെയ്യുന്നത്, ഇത് നമ്മളൊക്കെ അതിനൊന്നും അർഹരല്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, അർഹതയില്ലാത്തതായിട്ട് ആരും ഇല്ല അല്ലേ, നമ്മളുള്ള ശ്രമം വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് എവിഡൻസ് തന്നത്. നമ്മൾ ചില ആൾ പറയും, ഇപ്പോൾ എന്നോടൊരു നമ്മുടെ ചക്ര ഹീലിങ്ങിൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് മുമ്പ് എവിടെയോ എന്തോ പഠിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് ചക്രകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ചക്രനെ പറ്റി പറയുന്ന സമയത്ത് ഇവരെന്താ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്, ഞാൻ ഇതിലേക്കെല്ലാം എത്തിപ്പെടുമോ. അങ്ങനെ ചക്ര ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഇതെല്ലാം ഇത്രയല്ലോ നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എന്നില്ല. അപ്പോൾ ഇത് ഏതൊരാൾക്കും പറ്റും, പക്ഷെ ഡെഡിക്കേഷൻ അതാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യം. ചക്ര ഹീലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പം ഓരോ ആൾക്കാർ ചക്ര നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, പെൻഡുലം വെച്ചിട്ടാണ് റീഡ് ചെയ്യുക.
അത് ഓവറാണോ വർക്ക് ചെയ്യുന്നത്, ലോ ആണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഓരോ മീഡിയം, അതായത് ബാലൻസ്ഡ് ആയിരിക്കണം ചക്രാസ് എപ്പോൾ. ഹൈ ആയിട്ടും വർക്ക് ചെയ്യാൻ പാടില്ല, ലോ ആയിട്ടും വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പെൻഡലും വെച്ചിട്ട് ബാലൻസ്ഡ് ആണോ നോക്കിയിട്ട് അവർക്ക്, അപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ റെമഡീസ് അധികം കൊടുക്കാറ്. ക്രിസ്റ്റൽസ് ഇട്ട് അപ്പം തന്നെ അത് ബാലൻസിലേക്കാവും. ഇനി അവസാനത്തെ ഒരു ചോദ്യം എന്നുള്ളത്, നമ്മൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഏഞ്ചൽ ഹീലിങ്ങിനെ പറ്റി സംസാരിച്ചു, നമ്പേഴ്സിനെ പറ്റി സംസാരിച്ചു, ഒരുപാട് തരത്തിലുള്ള ഡൗസിങ് കാര്യങ്ങളൊക്കെ. അപ്പം അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനിടയ്ക്ക് നമ്മളെ ഏഞ്ചൽസ് തീർച്ചയായിട്ടും ആ പ്രസൻസ് കൂടെ ഉണ്ടാവുമല്ലോ, അവരുടെ അത് അങ്ങനെ അനുഭവപ്പെട്ടോ, അങ്ങനെ ഏഞ്ചൽസിന്റെ പ്രസൻസ് നമ്മളെ സഹായിച്ചോ ഇതുവരെയുള്ള സംസാരിക്കാൻ നമ്മുടെ പ്രേക്ഷകരിലേക്കും കൂടെ ആ ഒരു അനുഭവം എത്തിക്കാൻ പറ്റുമോ? ഏഞ്ചൽസിനെ ഇത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഷാമുവൽ എന്നൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നല്ല. ഷാമുവൽ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഓൾറെഡി ഗൂസ് ബംസും എൻ്റെ പുറം ഭാഗത്ത് ഒരു തരിപ്പ്, അങ്ങനെ ഒരു എന്തെല്ലോ ഒരു ഇപ്പോൾ ഉണ്ട്, ഓൾറെഡി അത് അനുഭവപ്പെടുന്നുണ്ട്. ഷാമുവൽ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അതിൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റും. അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് കൂടെ എത്തട്ടെ. അപ്പോൾ നിങ്ങൾ ഈ അനുഭവം നിങ്ങളും ഇത് കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും, നിങ്ങളിലും അവരോട് സ്നേഹമുണ്ട്, നിങ്ങൾക്കും ഒരു ഫീലിങ്സ് അനുഭവപ്പെടും, ഒരു തരിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിംഗ്ലിങ് എഫക്റ്റോ അല്ലെങ്കിൽ ഗൂസ് ബംസോ നിങ്ങൾക്ക് ഈ ഇതിലേതെങ്കിലും ഒരു ഏഞ്ചലിൻ്റെ പേര് പറയുമ്പോൾ തോന്നിയെങ്കിൽ ആ ഏഞ്ചലാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഏഞ്ചൽ. അപ്പോൾ ആ ഏഞ്ചലിനെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം എന്നുള്ള ഒരു പ്രൊമോഷൻ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഏഞ്ചൽ ഹീലിംഗ്. എല്ലാവരിലും എത്തണം ഇത്. എല്ലാവരും കൂടെ. ഇപ്പോൾ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം, മുസ്ലിംസിന് വേണ്ടി മാത്രം, ഹിന്ദുസിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഹിന്ദുസ് പറയും, അയ്യോ നമുക്കിത് പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്കല്ലേ മതമില്ലോ, ദൈവത്തിന് മതം ഇല്ലല്ലോ. അപ്പോൾ അവിടുന്ന് വരുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മളാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആൾക്കാർ ഓരോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റും, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടം വരെ വന്ന് കണ്ണൂർ തലശ്ശേരി ഇന്ന് ഇവിടം വരെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാമല്ലേ? ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയുന്നത് ഇനി മണിക്കൂറോളം പോകും. ഇത് ഇനി പറയാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇത് കുറേ ആയിട്ട് പോകും. അപ്പോൾ ഇത് ക്ലാസ് താങ്കളടുത്തൊന്ന് പഠിക്കാൻ താല്പര്യമുള്ള, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചാൽ കൂടുതൽ അറിയാൻ താല്പര്യമില്ല, നിങ്ങൾ പഠിക്കണം എന്നില്ല നിർബന്ധമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള അനുഭവങ്ങൾ, ചില ആൾ ഇതുമായിട്ട് പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരായാലും എന്നെ വിളിക്കാം. ഞാൻ അതിന് ഓൺലൈനാണെന്ന് ആദ്യമേ പറഞ്ഞു, അതുകൊണ്ട് ആരും ഡയറക്റ്റ് അഥവാ നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാലും ഞാനത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും ഞാൻ അവൈലബിൾ ആണ്, ഒരു പ്രശ്നമില്ല. ബിനിൽ ഗൗഡ്. ഓക്കെ. അപ്പം ഇതുവരെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെല്ലാം സംസാരിച്ചതിന് വളരെ നന്ദി. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.